പെട്ടതായിരിക്കും. ഹലോ സാർ, എന്റെ പേര് രോഹിത്. ഞാനൊരു IT കമ്പനിയിലെ ജീവനക്കാരനാണ്. താങ്കളോടുള്ള എന്റെ ചോദ്യം ഇതാണ്: ഒരു വിചാരണ ദിവസം ഉണ്ടെങ്കിൽ മരണശേഷം എല്ലാവരുടെയും നന്മ തിന്മകൾ കണക്കാക്കുമെങ്കിൽ, ജനനം മുതൽ ഒരാൾക്ക് മാനസികമോ മറ്റു രോഗമോ ഉണ്ടെങ്കിൽ മരണം വരെ ജീവിതത്തിലുടനീളം അവൻ അല്ലെങ്കിൽ അവൾ അത് സഹിക്കുന്നു. സഹോദരൻ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. വിചാരണ നാളിൽ നന്മ തിന്മയുടെ അടിസ്ഥാനത്തിൽ ദൈവം പ്രതിഫലം നൽകും, അല്ലെങ്കിൽ ശിക്ഷിക്കും എന്നാണെങ്കിൽ ചില വ്യക്തികളെ വികലാംഗതയും ചിലരെ മറ്റു ന്യൂനതകളുള്ളവരായും ചിലരെ ഹൃദയത്തിന് തകരാറുള്ളവരായും ജനിപ്പിക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത്? ദൈവം അനീതി കാണിക്കുകയാണോ? ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈന്ദവ പണ്ഡിതർ പുതിയ തത്വം കൊണ്ടുവന്നു. താങ്കൾ വേദം വായിച്ചാൽ വേദം പുനർജന്മത്തെക്കുറിച്ച് പറയുന്നു. പുനഃ എന്നാൽ അടുത്തതെന്നും ജന്മ എന്നാൽ ജന്മമെന്നുമാണ്. ഖുർആനും അടുത്ത ജീവിതം, അടുത്ത ജന്മം എന്ന് പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നു, ദൈവം ഈ ലോകത്ത് ജന്മം നൽകി, ഇനി താങ്കൾ മരിക്കുമ്പോൾ വീണ്ടും പുനർജനിക്കും. വേദവും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഹൈന്ദവ പണ്ഡിതർക്ക് മനസ്സിലായില്ല, ദൈവം എങ്ങനെയാണ് അനീതി കാണിക്കുക? ചിലർ വികലാംഗരായി ജനിക്കുന്നു, ചിലർ സമ്പന്നരാണ്, ചിലർ ദരിദ്രരാണ്. അതുകൊണ്ട് അവർ ഒരു തത്വം കൊണ്ടുവന്നു: ജനനം മരണം, ജനനം മരണം, ജനനം മരണം. ഇത് വേദത്തിൽ പറഞ്ഞിട്ടില്ല. വികലാംഗരായി ജനിക്കാൻ കാരണം കഴിഞ്ഞ ജന്മത്തിൽ അവൻ പാപിയായിരുന്നു. ദരിദ്രനായി ജനിക്കാൻ കാരണം അവൻ അവസാന ജന്മത്തിൽ പാപിയായിരുന്നു. അവൻ വേദത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇസ്ലാമിൽ നമ്മൾ ഈ ലോകത്തേക്ക് ഒരു പ്രാവശ്യം വരുന്നു, ഒന്ന് തന്നെ ധാരാളമാണ്. പിന്നെ പുനർജനിപ്പിക്കും, പിന്നെ വിചാരണയാണ്. താങ്കളുടെ അടിസ്ഥാന ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ഇസ്ലാമിന് മറുപടി പറയാനുള്ളത്? എന്തുകൊണ്ട് ചിലർ ആരോഗ്യവാനായി ജനിക്കുന്നു, ചിലർ രോഗികളായി, ചിലർ സമ്പന്നർ, ചിലർ ദരിദ്രർ? നമ്മൾ വിശകലനം ചെയ്താൽ ഖുർആൻ ധാരാളം സ്ഥലത്ത് പറയുന്നു. 8-ാം അധ്യായം സൂറത്ത് അൻആമിലും 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 155-ലും അള്ളാഹു പറയുന്നു, നിങ്ങളുടെ സമ്പത്തും മക്കളും നിങ്ങൾക്കൊരു പരീക്ഷണമാക്കിയിരിക്കുന്നു. അള്ളാഹു വിവിധ ആളുകളെ വിവിധ രൂപത്തിലാണ് പരീക്ഷിക്കുന്നത്. പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ ചോദ്യപേപ്പർ പ്രയാസമാണെങ്കിൽ മൂല്യനിർണ്ണയം മയമുള്ളതായിരിക്കും. ചോദ്യപേപ്പർ വളരെ എളുപ്പമുള്ളതാണെങ്കിൽ മൂല്യനിർണ്ണയം കർശനമായിരിക്കും. സർവശക്തനായ ദൈവം വിവിധ ആളുകളെ വിവിധ രൂപത്തിലാണ് പരീക്ഷിക്കുന്നത്. ഓരോ വർഷവും ചോദ്യപേപ്പർ മാറിക്കൊണ്ടിരിക്കും. ചോദ്യം ഒരുപോലെയായിരിക്കില്ല. ഒരേ ചോദ്യമാണെങ്കിൽ പിന്നെ എന്ത് പരീക്ഷയാണ്? പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ താങ്കൾ പോവണം. ഉദാഹരണത്തിന്, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്ന് നിർബന്ധദാനമാണ്. ഒരാൾക്ക് 85 ഗ്രാമിലധികം സ്വർണം സമ്പാദ്യമുണ്ടെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ 2.5% ദാനം നൽകണം. ഒരാൾ സമ്പന്നനാണെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണം. ദരിദ്രൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അപ്പോൾ സക്കാത്തിൽ അവന് 100-ൽ 100 കിട്ടുന്നു. സമ്പന്നന്, എനിക്ക് 10 ലക്ഷം ദിർഹമുണ്ട്, ഞാൻ 1 ലക്ഷത്തിന് മാത്രമേ സക്കാത്ത് കൊടുക്കൂ. ഒരുപക്ഷെ അവന് 100-ൽ 10 മാർക്കാണ് കിട്ടുക. ഒരുപക്ഷെ 50 മാർക്ക് ലഭിക്കും, ചിലപ്പോൾ 0 മാർക്ക്. ദരിദ്രൻ, അവൻ ദരിദ്രനാണ്, അവന് സക്കാത്തിൽ 100-ൽ 100 കിട്ടുന്നു. അവന് സമ്പത്തിൽ പരീക്ഷണമില്ല. സമ്പന്നന് സമ്പത്തിൽ പരീക്ഷണമാണ്. ഒരുപക്ഷെ നീ വിചാരിക്കും, സമ്പന്നൻ ദൈവം അനുഗ്രഹിച്ചവൻ. ദരിദ്രൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ഒരു സമ്പന്നനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ. അതാണ് പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞത്. അനുഗ്രഹം എന്ന് താങ്കൾ വിചാരിക്കുന്നത് ഒരു പരീക്ഷണമായിരിക്കാം. അതുപോലെ മറ്റൊരർത്ഥത്തിൽ ദരിദ്ര വ്യക്തിക്ക് ഒരു മുറി മാത്രമുള്ളതിൽ ഹിജാബ് ഒരു പ്രശ്നമാണ്. വലിയ വീടുള്ള സമ്പന്നന് അവരുടെ സ്ത്രീകൾക്ക് അവരുടെ ഹിജാബ് വളരെ ലളിതമാണ്. സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പ്രയാസവും ചിലപ്പോൾ ലളിതവുമാവുന്നു. ധാർമ്മികരായ മാതാപിതാക്കൾക്ക് ജന്മനാ ഹൃദ്രോഗമുള്ള മക്കളുണ്ടാകാം. ഒരുപക്ഷെ ദൈവം അവരെ കൂടുതൽ പരീക്ഷിക്കുകയായിരിക്കും. ഞാൻ ദിവസവും 5 നേരം പ്രാർത്ഥിക്കുന്നു, ഹൃദ്രോഗമുള്ള മകനെ എന്തിനു തന്നു എന്ന് പറഞ്ഞേക്കാം. ദൈവം അവരെ പരീക്ഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ നല്ലവരാണെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഏറ്റവും ചുരുങ്ങിയത് എനിക്കൊരു മകനെ നൽകിയില്ലേ. മറ്റ് ജന്മനാ ഉള്ള രോഗങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പരീക്ഷണം കടുത്തതാണെങ്കിൽ വലിയ പ്രതിഫലം ലഭിക്കും. BA വിജയിക്കാൻ വളരെ എളുപ്പമാണ്, MBBS വിജയിക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ ഒരു MBBS പാസ്സായാൽ ഡോക്ടർ ഡിഗ്രി ലഭിക്കും. ഡോക്ടർ ഒരുപക്ഷെ ദൈവം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശനം നൽകും. സർവശക്തനായ ദൈവം ഹൃദ്രോഗമുള്ള സന്താനത്തിലൂടെ മാതാപിതാക്കളെ പരീക്ഷിക്കുകയാണ്. എന്നിട്ടും മാതാപിതാക്കൾ അള്ളാഹുവിനെ അനുസരിക്കുന്നുവെങ്കിൽ അതൊരു പരീക്ഷണമാണ്. ദരിദ്രൻ നരകത്തിൽ പോവണമെന്ന് ഖുർആനിൽ എവിടെയും പറയുന്നില്ല. സമ്പന്നനേക്കാൾ ലളിതമായി ദരിദ്രന് സ്വർഗത്തിൽ പ്രവേശിക്കാം. ജന്മനാ ഹൃദ്രോഗമുള്ളയാൾ നരകത്തിൽ പോകുമെന്ന് ഖുർആനിൽ എവിടെയും പറയുന്നില്ല. നമ്മളാണ് മോശമായി വിചാരിക്കുന്നത്. പക്ഷെ അവന് പരീക്ഷണം വളരെ ലളിതമാണ്. മനുഷ്യന്റെ യുക്തിക്കനുസരിച്ച് അവൻ ദരിദ്രനാണെന്ന് ചിന്തിക്കുന്നു, വളരെ ദരിദ്രൻ.
യഥാർത്ഥത്തിൽ ദരിദ്രന് സ്വർഗത്തിൽ പ്രവേശിക്കൽ വളരെ ലളിതമാണ്. സർവശക്തനായ ദൈവം വിവിധ ആളുകളെ വിവിധ രൂപത്തിലാണ് പരീക്ഷിക്കുന്നത്. പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മൂല്യനിർണയം ലളിതമോ കർശനമോ ആയിരിക്കും. അതാണ് ഖുർആൻ പറയാൻ കാരണം. 4-ാം അധ്യായം സൂറ നിസാ 40-ാം വചനം. തീർച്ചയായും അള്ളാഹു ഒരു അണുവോളം അനീതി കാണിക്കുകയില്ല. അള്ളാഹു ഖുർആനിൽ പറയുന്നു 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 185-ാം വചനം. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാന വിധി വിചാരണ നാളിലായിരിക്കും. ഈ ലോകത്ത് വെച്ച് ചില പ്രതിഫലം ലഭിക്കും, പിന്നെ പരലോകത്ത്. വിപത്തുണ്ടാകുമ്പോഴെല്ലാം അതൊരുപക്ഷെ ശിക്ഷയായിരിക്കും, അല്ലെങ്കിൽ പരീക്ഷണമായിരിക്കും. നീ നേർമാർഗത്തിലാണെങ്കിൽ ആ വിപത്ത് താങ്കൾക്ക് പരീക്ഷണമാവും. അത് തെറ്റായ മാർഗത്തിലാണെങ്കിൽ അത് നിങ്ങൾക്കുള്ള ശിക്ഷയാണ്. അതുപോലെ ജീവിതത്തിൽ വല്ല നന്മയും ലഭിച്ചാൽ ഒരുപക്ഷെ പ്രതിഫലമോ പരീക്ഷണമോ ആയിരിക്കും. താങ്കൾ നേർമാർഗത്തിലാണെങ്കിൽ ആ നന്മ താങ്കൾക്കുള്ള പ്രതിഫലമാണ്, അല്ലെങ്കിൽ താങ്കൾക്കുള്ള പരീക്ഷണമായിരിക്കും. സമ്പത്ത് എപ്പോഴും പ്രതിഫലമായിരിക്കില്ല, അത് അധികവും താങ്കൾക്ക് പരീക്ഷണമായിരിക്കും. ഈ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ടോ എന്ന് ദൈവം താങ്കളെ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവശക്തനായ ദൈവം വിവിധ ആളുകളെ വിവിധ രൂപത്തിൽ പരീക്ഷിക്കുന്നു. ചിലർ സമ്പന്നരാണ്, ചിലർ ദരിദ്രരാണ്, ചിലർ ആരോഗ്യമുള്ളവരായി ജനിക്കുന്നു, ചിലർ ജന്മനാ വൈകല്യത്തോടെ ജനിക്കുന്നു. എല്ലാവരെയും വ്യത്യസ്ത രൂപത്തിൽ പരീക്ഷിക്കുന്നു. അവസാന വിധി പരലോകത്ത് വെച്ചായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സ്വർഗത്തിലോ നരകത്തിലോ ഇടുന്നു. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ദൈവം എല്ലാവരെയും പരീക്ഷിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞു. എന്തിനാണ് ദൈവം അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത്? സന്തോഷത്തിനു വേണ്ടിയോ നമ്മളെ മുകളിൽ നിന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയോ? എന്തിനാണ് ദൈവം നമ്മെ മനുഷ്യരെ സൃഷ്ടിച്ചത്? പരീക്ഷിക്കുകയാണോ അതോ ആസ്വദിക്കുകയാണോ? നമ്മളെ പാവകളെപ്പോലെ ഉപയോഗിക്കുകയാണോ? വളരെ നല്ല ചോദ്യം. അതിന് ഖുർആനിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ സൃഷ്ടികളും, മരങ്ങൾ, പർവ്വതങ്ങൾ എല്ലാം മുസ്ലിമാണ്, ദൈവത്തിന് സമർപ്പിച്ചവരാണ്. അള്ളാഹുവിന്റെ ഏറ്റവും നല്ല സൃഷ്ടികളാണ് മനുഷ്യർ. എന്തുകൊണ്ടാണ് നല്ല സൃഷ്ടിയായത്? കാരണം നമുക്ക് സ്വതന്ത്രേച്ഛ നൽകിയിട്ടുണ്ട്. ദൈവത്തിനെ അനുസരിക്കാനോ ധിക്കരിക്കാനോ ഉള്ള സ്വതന്ത്രേച്ഛ ഒരു മനുഷ്യന് നൽകിയിട്ടുണ്ട്. മറ്റു സൃഷ്ടികളെല്ലാം, മൃഗങ്ങൾ, പക്ഷികൾ, മരങ്ങൾ, പർവ്വതങ്ങൾ, അവ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ ഇച്ഛ ദൈവത്തിന് സമർപ്പിച്ചവരാണ്. സർവശക്തനായ ദൈവം സ്വതന്ത്രേച്ഛയുള്ള പുതിയ ഒന്നിനെ സൃഷ്ടിച്ചു. മലക്കുകൾക്ക് സ്വതന്ത്രേച്ഛയില്ല, അവർ എല്ലായ്പ്പോഴും ദൈവത്തെ അനുസരിക്കുന്നു. താങ്കൾക്ക് സ്വതന്ത്രേച്ഛ നൽകിയതിനു ശേഷം താങ്കൾക്ക് ദൈവാനുസരണമോ ധിക്കാരമോ തെരഞ്ഞെടുക്കാൻ അവസരമുണ്ട്. സ്വതന്ത്രേച്ഛ നൽകിയതിനു ശേഷം ദൈവാനുസരണമാണ് താങ്കൾ തെരഞ്ഞെടുത്തത് എങ്കിൽ മലക്കുകളെക്കാൾ താങ്കൾ ഉയരും. സ്വതന്ത്രേച്ഛ നൽകിയതിനു ശേഷം ദൈവധിക്കാരമാണ് തെരഞ്ഞെടുക്കുന്നത് എങ്കിൽ താങ്കൾ താഴോട്ട് പോകും. ഖുർആനിൽ പറയുന്നു 59-ാം അധ്യായം സൂറത്ത് ഹശ്ർ 20 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. ദൈവം ചോദിച്ചു, ആർക്കാണ് പരീക്ഷണത്തിന് വിധേയമാവേണ്ടത്? പരീക്ഷണത്തിന് വിധേയമാവുന്നില്ലെങ്കിൽ കേവല വിജയം. പർവ്വതം, മരങ്ങൾ എല്ലാം പറഞ്ഞു, പരീക്ഷണത്തിന് വിധേയരാവാൻ ഞങ്ങൾ ഭയക്കുന്നു. ഖുർആൻ പറയുന്നു, മനുഷ്യർ വിഡ്ഢികളാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ പരീക്ഷണത്തിന് വിധേയരാവാം. പരീക്ഷണത്തിന് വിധേയരാവുമ്പോൾ മലക്കിനേക്കാൾ ഉയരാൻ സാധിക്കും, അല്ലെങ്കിൽ നിലവാരം താഴ്ന്നു പോകും. പരീക്ഷണത്തിന് വിധേയമാവുന്നില്ലെങ്കിൽ കേവല വിജയം. നമ്മൾ മനുഷ്യർ പറഞ്ഞു, ഞങ്ങൾക്ക് കേവല വിജയം പോരാ, നല്ല മാർക്ക് വേണം. എന്നിട്ട് പരീക്ഷണത്തിന് വിധേയരാകുന്നു. സർവശക്തനായ ദൈവത്തിന്റെ പുതിയ സൃഷ്ടിയാണത്. അവന് ആസ്വദിക്കേണ്ടതില്ല, വിശിഷ്ട സ്ഥാനത്തിനുള്ള അവസരം നൽകുകയാണ്. നമ്മൾ വിഡ്ഢികൾ പറഞ്ഞു, ഓക്കെ ശരി. അതുകൊണ്ട് വിശിഷ്ട സ്ഥാനം നഷ്ടപ്പെടുത്തി കേവല വിജയം ആസ്വദിക്കരുത്. സർവശക്തനായ ദൈവത്തെ അനുസരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. അനുസരിച്ചാൽ വിശിഷ്ട സ്ഥാനം ലഭിക്കും, അല്ലെങ്കിൽ ലഭിക്കില്ല. ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു.